അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസിന ബിറിളല്ലാഹ് അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. ആദരണീയരായ ഈ അനുഗ്രഹീത ചടങ്ങിൻ്റെ അധ്യക്ഷർ സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ രാമന്തളി ജാതിയേരി, ഉദ്ഘാടനം ചെയ്ത അഭിവന്ദരായ സയ്യിദ് അബ്ദുൽ ഖയ്യൂം ശിഹാബ് തങ്ങൾ, പ്രാർത്ഥന കൊണ്ട് അനുഗ്രഹിച്ച സയ്യിദ് ഹസൻ ജിഫ്രി തങ്ങൾ, വേദിയിലെ സുന്നി യുവജന ഫെഡറേഷൻ്റെ സമുന്നതരായ നേതാക്കളെ, പാനമാംഗ്ലൂർ ഡിവിഷനിലെ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ആലടുക്ക മുഹിയുദ്ദീൻ പള്ളി മദ്രസയുടെ ഭാരവാഹികളെ, ഉസ്താദുമാരെ, റങ്കേൽ ബദരിയ മസ്ജിദിൻ്റെ ഭാരവാഹികൾ, ഉസ്താദുമാർ, മുതഅല്ലിമീങ്ങളെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മൾ ഈ ഒരുമിച്ച് കൂടിയതും പറയുന്നതും കേൾക്കുന്നതുമെല്ലാം ഇവിടെ ചെലവഴിക്കുന്ന സമയങ്ങൾ എത്രയും അല്ലാഹു തആല അവൻ്റെ ത്വാഅത്തിലായി കബൂലാക്കുമാറാവട്ടെ. വളരെ പ്രസക്തമായ ഈ പരിപാടിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളും നമ്മുടെ ഈ സംഘത്തിൻ്റെ പ്രാധാന്യവും പ്രത്യേകതയുമെല്ലാം സവിസ്തരം പ്രതിപാദിച്ചുകൊണ്ട് വിവിധ പ്രഭാഷണങ്ങൾ നമ്മൾ കേൾക്കുകയുണ്ടായി. ഇസ്ലാമിൻ്റെ പരമ്പരാഗതമായ വിശ്വാസ, ആചാര, അനുഷ്ഠാന കാര്യങ്ങളിൽ അണുകിട വ്യതിചലിക്കാതെ കാലത്തിനും ദേശത്തിനും അനുസരിച്ച് ഇസ്ലാമിക നിയമങ്ങളിൽ പരിഷ്കരണവും പൊളിച്ചെഴുത്തും അനുവദിക്കാതെ അരനൂറ്റാണ്ടിലേറെ കാലമായി പ്രവർത്തിച്ചു വരുന്ന നിസ്വാർത്ഥരും നിഷ്കളങ്കരുമായ മഹത്തുക്കളായ ഉലമാക്കൾ നേതൃത്വം നൽകുന്ന കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമായുടെ കീഴിൽ പരിശുദ്ധമായ ദീനിന് സേവനം ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഗ്യം നൽകിയവരാണ് നമ്മൾ സുന്നി യുവജന ഫെഡറേഷൻ്റെ പ്രവർത്തകർ. ഉദ്ഘാടന പ്രസംഗം മുതൽ മുഴുവൻ പ്രഭാഷണങ്ങളിലും നമ്മൾ കേട്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഭാഗ്യം നൽകിയ, വലിയ അനുഗ്രഹം നൽകിയ സൗഭാഗ്യവാന്മാരാണ് നമ്മൾ എന്നാണ് നമ്മൾ കേട്ടത്. അല്ലാഹു തആല ഒരു അനുഗ്രഹം ഒരാൾക്ക് നൽകുന്നുവെങ്കിൽ അല്ലാഹു തആല ഏതൊരനുഗ്രഹം നൽകുമ്പോഴും വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത് അതെല്ലാം അല്ലാഹു തആല നൽകുന്ന ഒരു പരീക്ഷണവും കൂടെയാണ് എന്നാണ്. ഏതനുഗ്രഹം അല്ലാഹു തആല നൽകുന്നതും നമുക്കൊരു പരീക്ഷണമാണ്. സമ്പത്ത് അല്ലാഹു തആല നൽകുന്നത് പരീക്ഷണാടിസ്ഥാനത്തിലാണ്. ആരോഗ്യം അല്ലാഹു തആല നമുക്ക് നൽകുന്നത് അടിസ്ഥാനത്തിലാണ്. ഇങ്ങനെ ഏത് അനുഗ്രഹം അല്ലാഹു തആല നൽകുന്നുവെങ്കിലും അതെല്ലാം അല്ലാഹു തആല നമുക്ക് പരീക്ഷണാർത്ഥം നൽകുന്നതാണ്. ഒരു മനുഷ്യന് അല്ലാഹു തആല നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ദീനിനെക്കുറിച്ചുള്ള അറിവാണ്, ജ്ഞാനമാണ്. നമുക്കറിയാം, യുഅ്തിൽ ഹിക്മത മൻ യശാ വമൻ യുഅ്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിനെക്കുറിച്ചുള്ള അറിവും ജ്ഞാനവും അവൻ ഉദ്ദേശിക്കുന്നവർക്കും അവൻ വേണ്ടുക വെക്കുന്നവർക്കും അല്ലാഹു തആല നൽകുന്നതാണ്. അല്ലാഹുവിൻ്റെ ദീനിനെക്കുറിച്ചുള്ള അറിവും ജ്ഞാനവും ഒരാൾക്ക് നൽകപ്പെട്ടുവെങ്കിൽ അവൻ ഏറ്റവും മഹത്തായ വലിയ അനുഗ്രഹം സിദ്ധിച്ചവനാണ്, വലിയ ഭാഗ്യം സിദ്ധിച്ചവനാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ഉണർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹം ലഭിച്ചവർ ഏറ്റവും വലിയ പരീക്ഷണം നേരിടുന്നവരുമാണ് എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഈ അനുഗ്രഹങ്ങളെല്ലാം
പലപ്പോഴും നമ്മുടെ വാഹനങ്ങളിലും വീടുകളിലുമൊക്കെ എഴുതി വെച്ചത് കാണാൻ കഴിയും, ഹാദാ മിൻ ഫളി റബ്ബി, ഇതെൻ്റെ റബ്ബിൻ്റെ ഔദാര്യത്തിൻ്റെ ഭാഗമാണ്, ഇതെൻ്റെ നാഥനായ അല്ലാഹു തആല എനിക്ക് നൽകിയ അനുഗ്രഹമാണ്, ഔദാര്യമാണ് എന്ന്. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ ഒരു വചനം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചതിൻ്റെ ഒരു ചെറിയ ശകലമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ അനുഗ്രഹം നൽകിയ, അനേകം ഔദാര്യം നൽകിയ, വലിയ സൗഭാഗ്യം നൽകിയ, അനേകം പദവികൾ നൽകിയ മഹാനായ ഒരു പ്രവാചകനാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. ആ സുലൈമാൻ നബി അലൈഹിസ്സലാം ഈ അനുഗ്രഹങ്ങളെല്ലാം ലഭിക്കുമ്പോൾ, ഈ ഔദാര്യമെല്ലാം തനിക്ക് കിട്ടുമ്പോൾ, ഈ സൗഭാഗ്യമെല്ലാം സ്വായത്തമാക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുന്നത്, ഹാദാ മിൻ ഫളി റബ്ബി, ഇതെൻ്റെ നാഥനായ തമ്പുരാൻ എനിക്ക് നൽകിയ ഔദാര്യമാണ്, എനിക്ക് നൽകിയ അനുഗ്രഹമാണ്, എനിക്ക് നൽകിയ സൗഭാഗ്യമാണ്. ഇതൊക്കെ അല്ലാഹു തആല എനിക്ക് നൽകിയത് എന്തിനാണ്? തുടർന്നുള്ള ആയത്തിന്റെ ശകലമാണ് പ്രാധാന്യത്തോടുകൂടെ, ഗൗരവത്തോടുകൂടെ നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത്. ലിയബ്ലുവനി അഅശ്കുറു അം അക്ഫുറു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അനുഗ്രഹമെല്ലാം എനിക്ക് നൽകിയത്, ഈ ഔദാര്യമെല്ലാം എനിക്ക് നൽകിയത്, ഈ ഉത്തരവാദിത്തങ്ങളും പദവികളും എല്ലാം എനിക്ക് നൽകിയത്, ഈ സ്ഥാനമാനങ്ങളെല്ലാം എനിക്ക് അല്ലാഹു തആല നൽകിയത്, ഈ സൗഭാഗ്യമെല്ലാം അല്ലാഹു തആല എനിക്ക് കടാക്ഷിച്ചത് അല്ലാഹു തആല എന്നെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ലിയബ്ലുവനി അഅശ്കുറു അം അക്ഫുറു, ഞാൻ നന്ദി ചെയ്യുന്നവനാകുമോ അതോ നന്ദി കെട്ടവനാകുമോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ പരീക്ഷിക്കുന്നതിന് വേണ്ടി അല്ലാഹു തആല നൽകിയതാണെന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നൽകപ്പെട്ട ഏതൊരനുഗ്രഹവും നമുക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ നൽകിയതാണ് എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്. എന്താണ് നമ്മൾ വലിയ അനുഗ്രഹീതരാണ്, നമ്മൾ വലിയ സൗഭാഗ്യവാന്മാരാണ്, അല്ലാഹു തആല വലിയ ഒതക്കം നൽകിയവരാണ് നമ്മൾ എന്ന് കഴിഞ്ഞ പ്രസംഗത്തിലൊക്കെ നമ്മൾ കേട്ടത്. മഹത്തുക്കളായ, കറയില്ലാത്ത, നിഷ്കളങ്കരായ ആ ഉലമാക്കൾക്ക് കീഴിൽ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സേവനം ചെയ്യാൻ അല്ലാഹു തആല തെരഞ്ഞെടുത്ത് അനുഗ്രഹിച്ചു എന്നതാണ് അല്ലാഹു തആല നമുക്ക് നൽകിയ സൗഭാഗ്യം എന്ന് നമ്മൾ കേൾക്കുകയുണ്ടായി. അതുകൊണ്ട് ഈ അനുഗ്രഹത്തെ, ഈ സൗഭാഗ്യത്തെ നമ്മൾ നന്ദിയോടുകൂടെ തന്നെ നമ്മൾ ഓരോരുത്തരും ഓർത്തുകൊണ്ടിരിക്കേണ്ടതാണ്. നന്ദിയോടുകൂടെ തന്നെ നമ്മൾ ഓരോരുത്തരും മുന്നോട്ടു പോകേണ്ടതാണ്. എന്താണ് നമ്മൾ ഇതിന് നന്ദിയായി ചെയ്യേണ്ടത്? നമ്മൾ ഓരോരുത്തരും ഓർക്കണം. ചില പ്രഭാഷണങ്ങളിലൊക്കെ അടിവരയിട്ടുകൊണ്ട് നമ്മോട് ഓർമ്മപ്പെടുത്തിയത് അതാണ്. അഭിവന്യരായ താജുൽ ഉലമ ശൈഖുന അവറുകളുടെ കീഴിൽ ശൈഖുനായുടെ ഇഷ്ടക്കാരായി, ശൈഖുനായുടെ പിരിശക്കാരായി, ശൈഖുനാക്ക് ഇങ്ങോട്ടും ഇഷ്ടമുള്ളവരായി, ശൈഖുനാക്ക് ഇങ്ങോട്ടും താല്പര്യമുള്ളവരായി നമ്മുടെ ഈ പ്രദേശത്തുകാർക്ക് നിലകൊള്ളാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഗ്യം നൽകി എന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് നമ്മൾ ഇവിടെ കേൾക്കുകയുണ്ടായി. സുന്നി യുവജന ഫെഡറേഷന്റെ പ്രവർത്തകർ പ്രത്യേകം ആലോചിക്കേണ്ടത് എന്നല്ല, ഈ ഉമ്മത്തിലെ മുഴുവൻ ചെറുപ്പക്കാരും മുഴുവൻ ബാല്യക്കാരും വളരെ പ്രധാനമായും ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന മഹത്തായ ഒരവസരമാണ് ജീവിതത്തിന്റെ വസന്തകാലം എന്ന് പറയുന്നത്, യുവത്വം എന്ന് പറയുന്നത്. യുവത്വത്തിൽ, ജീവിതത്തിലെ വസന്തകാലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിലേൽപ്പിച്ചിരിക്കുന്ന മഹത്തായ ഒരു ഉത്തരവാദിത്തമാണ്. അഭിവന്യരായ താജുൽ ഉലമ ശൈഖുന അവറുകളടക്കമുള്ള ഉലമാ മഹത്തുക്കൾക്ക് വേണ്ടി ആ ഉലമാ മഹത്തുക്കൾ പഠിപ്പിച്ചു തന്ന സുന്ദരമായ ആശയങ്ങൾ, സന്ദേശങ്ങൾ ഈ ഉമ്മത്തിന് കൈമാറുന്നതിന് വേണ്ടി, ഈ ഉമ്മത്തിന് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സേവന പ്രവർത്തനങ്ങൾ നിർവഹിക്കുക എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അനുഗ്രഹത്തെക്കുറിച്ച് പ്രത്യേകം നമ്മോട് പരലോകത്ത് വരുന്ന സന്ദർഭത്തിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. ലാ യസൂലു ഖദമാ അബ്ദിൻ ഹത്താ യുസ്അല അൻ അർബഅ. അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, നാളെ പരലോകത്ത് വരുന്ന സന്ദർഭത്തിൽ വെച്ച കാൽപാദം ഒന്ന് മുന്നോട്ട് അനക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്മതിക്കുകയില്ല. ഹത്താ യുസ്അല അൻ അർബഅ. 4 കാര്യങ്ങളെ കുറിച്ച് അല്ലാഹു തആല ചോദ്യം ചെയ്യുകയും ആ ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകുകയും ചെയ്യാതെ
വെച്ചേടത്തിൽ നിന്ന് കാൽപാദം മുന്നോട്ടനക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്മതിക്കുകയില്ലെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അൻ ഉംദിഹി ഫീമാ അഫ്നാ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഒന്ന് പടച്ചവൻ നൽകിയ ആയുഷ്കാലം, അല്ലാഹു തആല നൽകിയ ആയുസ്, നമുക്ക് എത്ര വർഷം ഇവിടെ ജീവിക്കാൻ അല്ലാഹു തആല അനുവാദം നൽകിയോ, 70 വയസ്സോ 80 വയസ്സോ 60 വയസ്സോ നമ്മൾ ഇവിടെ ജീവിക്കുന്നുവെങ്കിൽ പ്രായപൂർത്തിയെത്തിയിടം മുതൽക്ക് മരിക്കുന്ന സെക്കൻഡ് വരെയുള്ള ഓരോ രാപ്പകലുകളെ കുറിച്ചും ഓരോ മണിക്കൂറുകളെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യും. ആ ചോദ്യത്തിന് ശരിയായ മറുപടി നൽകാതെ പരലോകത്തിൽ നിന്ന് അല്ലാഹു തആല വെച്ചേടത്തിൽ നിന്ന് കാൽപാദം മുന്നോട്ടനക്കാൻ അല്ലാഹു തആല സമ്മതിക്കുകയില്ല. വഅൻ ശബാബിഹി ഫീമാ അബ്ലാ, അല്ലാഹുവിന്റെ റസൂൽ തുടർന്ന് പറയുന്നത്, ആയുഷ്കാലം മുഴുവൻ അല്ലാഹു തആല ചോദ്യം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ ആയുസ്സിന്റെ ഇടയ്ക്ക് അല്ലാഹു തആല നൽകിയ ജീവിതത്തിലെ വസന്തകാലത്തെ കുറിച്ച് അല്ലാഹു തആല പ്രത്യേകമായി ചോദ്യം ചെയ്യുന്നുണ്ട്. അഥവാ യുവത്വത്തെ കുറിച്ച്, നിന്റെ ബാല്യകാലത്തെ കുറിച്ച്, നിന്റെ യുവത്വത്തെ കുറിച്ച് അല്ലാഹു തആല ചോദ്യം ചെയ്യുന്നുണ്ട്. ഫീമാ അബ്ലാ, എന്തിനാണ് നിന്റെ ആ ചോരത്തിളപ്പ്, നിന്റെ ആ ആരോഗ്യം, നിന്റെ യുവത്വം നീ ചെലവഴിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദ്യം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആയുഷ്കാലം മുഴുവൻ ചെയ്യുന്നതിന്റെ പുറമെ യുവത്വത്തിൽ നമുക്കൊരു പ്രത്യേക ഉത്തരവാദിത്തമുണ്ടെന്ന് ഈ ഹദീസിൽ നിന്ന് തന്നെ നമുക്ക് ഗ്രഹിക്കാവുന്നതാണ്. എൻ്റെ SYF-ന്റെ പ്രവർത്തകരെ, എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന ഈ പ്രദേശത്തെ ചെറുപ്പക്കാരായ സുഹൃത്തുക്കളെ, നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ് യുവത്വത്തിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുന്ന ദൗത്യം, ഉത്തരവാദിത്തം, ബാധ്യത എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുകയും നമ്മൾ ഓരോരുത്തരും ആലോചിക്കുകയും ചെയ്യേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ വെച്ചിരിക്കുന്ന ആ ദൗത്യമാണ് പരിശുദ്ധമായ ദീനിന് വേണ്ടി പടച്ചവൻ നൽകിയ ഈ ആരോഗ്യം നമ്മൾ വിനിയോഗിക്കുക എന്ന് പറയുന്നത്. അത് വിനിയോഗിക്കാൻ നമുക്ക് കിട്ടിയ ഒരു പ്ലാറ്റ്ഫോമാണ്, നമുക്ക് കിട്ടിയ ഒരു അവസരമാണ്, നമുക്ക് കിട്ടിയ ഒരു വേദിയാണ് SYF എന്ന് പറയുന്നത്, സുന്നി യുവജന ഫെഡറേഷൻ എന്ന് പറയുന്നത്. ഇത് ബദരീങ്ങളുടെ പിൻഗാമികളായിക്കൊണ്ടുള്ള സേവനത്തിന് അല്ലാഹു തആല തെരഞ്ഞെടുത്ത നമ്മുടെ ഒരു പ്ലാറ്റ്ഫോം ആണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ നിലനിൽപ്പിന്റെ ആധാരമായി ഇവിടെ ലോക ചരിത്രത്തിൽ ആദ്യമായി നടന്ന പരിശുദ്ധ ദീനിന് വേണ്ടിയുള്ള സേവനവും പോരാട്ടവും ഏതാണെന്ന് നമുക്കറിയാമല്ലോ. അതാണ് ബദർ എന്ന് പറയുന്നത്. ആരംഭ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറിന്റെ നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറഞ്ഞത് നമുക്കെല്ലാവർക്കും അറിയാം. ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസ്വാബത ലം തുഅബദ ഫിൽ അർള്, പടച്ചവനെ ഇന്നത്തെ ദിവസത്തിൽ ഈ ഒരു ചെറിയ സംഘത്തെ, ഈ ഒരു കൊച്ചു സംഘത്തെ, ആളുകൾ കുറവാണ്, ആയുധങ്ങൾ കുറവാണ്, സമ്പത്ത് കുറവാണ്, സാങ്കേതിക സൗകര്യങ്ങൾ കുറവാണ്, എല്ലാം കുറവുള്ള ഈ ഒരു തുച്ഛമായ സംഘമാണ് ഒരു വലിയ സഞ്ചയത്തെ നേരിടാൻ വേണ്ടി വന്നിരിക്കുന്നത്. ആയിരങ്ങളാണ് മറുവശത്ത് കാണുന്നത്, ആയുധക്കോപ്പുകളാണ് മറുവശത്ത് കാണുന്നത്, സാങ്കേതിക തികവാണ് മറുവശത്ത് കാണുന്നത്, ഒരുപാട് സമ്പത്താണ് മറുവശത്ത് കാണുന്നത്. പക്ഷേ ഇവിടെ ഞങ്ങൾക്കൊന്നുമില്ല, വളരെ തുച്ഛമായ ആളുകൾ മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. സത്യം, ഹക്ക്, അത് മാത്രമാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. ആ സത്യത്തിന് വേണ്ടി, ആ ഹക്കിന് വേണ്ടി ഈ ഒരു ചെറിയ സംഘം ഏറ്റുമുട്ടുമ്പോൾ, ഈ ഒരു സംഘം പടപൊരുതുമ്പോൾ, ഈ സംഘത്തെ നീ വിജയിപ്പിച്ചില്ല എങ്കിൽ ഇനി ഒരിക്കലും നിന്റെ ഈ ഭൂമിയുടെ മണ്ണിൽ നിന്നെ അല്ലാ എന്ന് പറയാൻ, ഇബാദത്ത് ചെയ്യാൻ, നിന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യാൻ, നിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഒരു മനുഷ്യൻ പോലും ഉണ്ടാവുകയില്ലെന്ന് പറഞ്ഞത് നുബുവത്തിന്റെ നാക്കുകൊണ്ട് അഷ്റഫുൽ വറ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ചെറു സംഘത്തിന് അവിടെ വിജയം നൽകുകയുണ്ടായി. ആ വിജയത്തിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടുന്നത് ആരാണെന്ന് നമ്മൾ നോക്കേണ്ടതാണ്. സ്വഹാബാ കിറാമിൽ നിന്ന് അഗ്രേസരന്മാരായ ആളുകൾ ബദരീങ്ങളുടെ കൂട്ടത്തിലുണ്ട്.
ബദരീങ്ങളെ നമ്മൾ എപ്പോഴും ഓർക്കുമ്പോൾ അഷ്റഫുൽ വറ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഴിച്ച് രണ്ടാമത് നമ്മൾ പറയാറുള്ളത് തിരുനബിയുടെ ഈ ഉമ്മത്തിൽ നബി തങ്ങൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ വ്യക്തിത്വമായ ഈ ഉമ്മത്തിലെ ഏറ്റവും ഈമാനുള്ള വ്യക്തിയാണെന്ന് നമ്മൾ അംഗീകരിക്കേണ്ടതും വിശ്വസിച്ചിരിക്കേണ്ടതും നമ്മുടെ വിശ്വാസ ശാസ്ത്രത്തിന്റെ ഭാഗമായി പഠിപ്പിക്കപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് ചെറുപ്പക്കാരായ സ്വഹാബികളെയാണ് ഈ പരിശുദ്ധമായ ദീനിന്റെ ഏറ്റവും വലിയ ശത്രുവിനെ വകവരുത്താനും ബദറിന്റെ വിജയത്തിന് നിദാനമാവാനും അല്ലാഹു തആല തെരഞ്ഞെടുത്തതെങ്കിൽ അതൊരു സൂചനയായിരുന്നു. ലോകാവസാനം വരെ സത്യത്തിന് വേണ്ടി പൊരുതേണ്ടവർ, സത്യത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടവർ, സത്യദീനിന് വേണ്ടി സേവനം ചെയ്യേണ്ടവർ ഈ ഉമ്മത്തിലെ യുവാക്കളാണ്, ചെറുപ്പക്കാരാണ് എന്നതിനുള്ള സൂചനയായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകാവസാനം ഈ ബദരീങ്ങൾ ഉയർത്തിപ്പിടിച്ച ആ പതാക കയ്യിലേന്തിക്കൊണ്ട് പടച്ചവന്റെ ദീനിന് വേണ്ടി സേവനം ചെയ്യാൻ അല്ലാഹു തെരഞ്ഞെടുത്ത സൗഭാഗ്യവാന്മാരാണ് SYF-ന്റെ പ്രവർത്തകർ. SYF-ന്റെ പതാക ഈ ടൗണിലെല്ലാം സ്ഥാപിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നമ്മുടെ മദ്രസയുടെ ഫ്രണ്ട് വശത്തെ അത് സ്ഥാപിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കാണാൻ അത്ര ചന്തമുള്ളതല്ല, കാണാൻ അത്ര മൊഞ്ചുള്ളതല്ല, വലിയ കളറുള്ളതല്ല SYF-ന്റെ പതാക. പക്ഷേ ആ മൂന്ന് കളറുകൾക്കും ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു വലിയ പ്രാധാന്യമുണ്ട്. ഇസ്ലാമിന് വേണ്ടി ആദ്യമായി പോരാട്ടത്തിന് വേണ്ടി ഇറങ്ങിയ സ്വഹാബാക്കളുടെ കയ്യിൽ അള്ളാഹുവിന്റെ റസൂൽ നൽകിയത് രണ്ട് കറുപ്പും ഒരു വെളുപ്പുമുള്ള മൂന്ന് പതാകകളായിരുന്നു. ആ മൂന്ന് പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ബദരീങ്ങൾ സേവനം ചെയ്തതും പോരാട്ടം നടത്തിയതുമെങ്കിൽ ലോകാവസാനത്തിൽ ആ മൂന്ന് പതാകകളെയും സംയുക്തമായി സംഗമിച്ചുകൊണ്ടെങ്കിലും നമുക്ക് കയ്യിലേന്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഗ്യം നൽകിയത് അതിമഹത്തായ അനുഗ്രഹമായി കൊണ്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരവാദിത്തം, നമ്മുടെ ബാധ്യത എന്ന് പറയുന്നത് അഭിവന്യരായ താജുൽ ഉലമാ ശൈഖുനാ അവറുകളെ നമ്മൾ ഇഷ്ടപ്പെടുന്നു, നമ്മൾ സ്നേഹിക്കുന്നു, നമ്മൾ മഹബ്ബത്ത് വെക്കുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ടും നമ്മെ സ്നേഹിച്ചിരുന്നു. ആ ശൈഖുനാ അവറുകൾ പഠിപ്പിച്ചു തന്ന ആ സന്ദേശം ഈ ഉമ്മത്തിന് പകർന്നു കൊടുക്കാൻ, ഈ സമുദായത്തിൽ പ്രചരിപ്പിക്കാൻ നമ്മളുടെ ഉത്തരവാദിത്തം നമ്മൾ നിർവഹിക്കാനാണ് SYF എന്ന് പറയുന്ന ഈ ഒരു വേദി, ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് അഭിവന്യരായ താജുൽ ഉലമാ ശൈഖുനാ അവറുകൾ ഉണ്ടാക്കി തന്നിരിക്കുന്നത് എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്. കേരളത്തിന്റെ മണ്ണിൽ മലയാളികളുടെ കൂട്ടത്തിൽ അഭിവന്യരായ താജുൽ ഉലമാ ശൈഖുനായെ ഇഷ്ടപ്പെടുന്ന അനേകായിരം ആളുകളുണ്ട്, അനേകായിരം ആളുകളുണ്ട്. ശൈഖുനായെ ഇഷ്ടപ്പെടുന്നവർ, ശൈഖുനായുടെ വ്യക്തിത്വം അംഗീകരിക്കുന്നവർ, ശൈഖുനായുടെ ഇൽമ് അംഗീകരിക്കുന്നവർ. പക്ഷേ ശൈഖുന കാണിച്ചു തന്ന അതേ പാതയിൽ സഞ്ചരിക്കാൻ അവർക്കൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഗ്യം നൽകിയില്ല എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്. അവരൊക്കെ അംഗീകരിക്കുമ്പോൾ തന്നെ അനുസരിക്കാനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയില്ല. നമുക്ക് പടച്ചവൻ നൽകിയത് അതാണ്. ആയിരങ്ങളുടെ കൂട്ടത്തിൽ ശൈഖുനായെ താജുൽ ഉലമായെ നമ്മൾ ഇഷ്ടപ്പെടുന്നതിനോടൊപ്പം, അവിടുത്തെ നമ്മൾ പ്രിയം വെക്കുന്നതിനോടൊപ്പം അവിടുന്ന് കാണിച്ചു തന്ന അതേ പാതയിലൂടെ ജീവിക്കാനും കൂടെ, അവിടുത്തെ സന്ദേശങ്ങൾ ജീവിതത്തിൽ അനുസരിക്കാനും കൂടെയുള്ള ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗ്യം നമ്മൾ നന്ദിയോടുകൂടെ നമ്മൾ ഓർക്കുകയും നമ്മുടെ ഉത്തരവാദിത്വവും ബാധ്യതയുമാണ് അത് ഈ ഉമ്മത്തിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യേണ്ടത് എന്ന ഒരു തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതാണ്. അഭിവന്യരായ അധ്യക്ഷർ തങ്ങൾ അവറുകൾ ഇവിടെ പ്രഥമമായി കൊണ്ട് തന്നെ എഴുന്നേറ്റ് നിന്ന് സൂചിപ്പിച്ചത് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുകയാണ്. SYF-ന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം അത് ഈ ദുന്യാവിലെ ഒരു ലാഭത്തിന് വേണ്ടിയോ ഇവിടത്തെ എന്തെങ്കിലും ഒരു
നേട്ടത്തിന് വേണ്ടിയോ ഒരിക്കലും തന്നെ പ്രവർത്തിക്കാൻ പറ്റിയ ഒരു വേദിയല്ല എന്ന് നമ്മുടെ അഭിവന്ദ്യരായ നേതാക്കൾ അങ്ങനെ നമ്മെ പഠിപ്പിച്ചിട്ടുമില്ല. ഈ സംഘത്തിന് വേണ്ടിയുള്ള സേവനം, ഈ സംഘത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം അത് ഈ ദുന്യാവിൽ പ്രതിഫലം ലഭിക്കുന്ന ഒന്നല്ല, ഇവിടുന്ന് ആദായം ലഭിക്കുന്ന ഒന്നല്ല. മറിച്ച് ഇതിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ പ്രതിഫലം നമുക്ക് നൽകുന്നത് അള്ളാഹുവിന്റെ ലോകത്ത് വരുന്ന സന്ദർഭത്തിലാണ്. SYF-ലേക്ക് ഒരാളെ നമ്മൾ കൊണ്ടുവന്നാൽ ഒരു വലിയ ആൾക്കൂട്ടത്തെ കാണിച്ചു കൊടുത്തുകൊണ്ട് എന്തെങ്കിലും ലാഭം നേടാനോ എന്തെങ്കിലും നേട്ടം കൊയ്യാനോ അധികാരികളിൽ നിന്നോ മറ്റോ എന്തെങ്കിലും നേട്ടം നേടിയെടുക്കുന്നതിനോ വേണ്ടിയല്ല, മറിച്ച് നമ്മെ നമ്മുടെ നേതാക്കൾ പഠിപ്പിച്ചിരിക്കുന്നത് ഈ സത്യം ഒരാളിലേക്കെങ്കിലും നമ്മൾ പകർന്നു കൊടുത്താൽ ലാ യഹ്ദിയല്ലാഹു ബിക റജുലൻ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. ആദരവായ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, നീ മുഖേനയായി ഒരാളെങ്കിലും സത്യം മനസ്സിലാക്കാൻ ഇടയായാൽ, നീ കാരണമായി ഒരാളെങ്കിലും സന്മാർഗം ഉൾക്കൊള്ളാൻ ഇടയായാൽ, നീ കാരണമായി ഒരാളെങ്കിലും നേർവഴിയിലൂടെ സഞ്ചരിക്കുന്നവനായി തീർന്നാൽ അത് തന്നെയാണ് ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. അതിന് പടച്ചവൻ നൽകുന്ന പുണ്യം, അല്ലാഹു നൽകുന്ന പ്രതിഫലം, ഈ ദുനിയാവും അതിലുള്ളത് മുഴുവനും നീ നേടുന്നതിലേറെയാണെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി ആദരവായ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമ്മൾ ഈ സന്ദേശം പരമാവധി ആളുകളിലേക്ക് നമ്മൾ കൈമാറേണ്ടതുണ്ട്. അതിനുതകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ സംഘത്തിനോടൊപ്പം നിൽക്കുന്നത്, ഇതിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ആദരവായ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ ഈ സേവനമൊക്കെ സ്വാർത്ഥതയില്ലാതെ ആയിരിക്കുമ്പോൾ മാത്രമാണ് അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലാർഹമാവുക. ഇദാ കാന ഉമറാഉകും ഖിയാറകും, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങളുടെ നേതാക്കന്മാരെല്ലാം നല്ലവരായിരിക്കുന്ന ഒരു കാലഘട്ടമുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ റസൂൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്, നേതാക്കൾ എന്ന് പറയുന്നത്, ഈ ഉമ്മത്തിന്റെ നായകന്മാർ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വിഭാഗമാണ്. ജനാധിപത്യ രീതിയിൽ വോട്ട് ചെയ്തുകൊണ്ട് ഭൂരിപക്ഷാഭിപ്രായ പ്രകാരം തെരഞ്ഞെടുത്തു എന്നതുകൊണ്ട് ഒരുപക്ഷെ ഒരാൾ നേതാവായിക്കൊള്ളണമെന്നില്ല. നേതൃയോഗ്യത എന്നത് അല്ലാഹു തആല നൽകുന്ന ഒന്നാണ്. പടച്ചവന്റെ ഭാഗത്തിൽ നിന്ന് ഈ ഉമ്മത്തിന് വഴി കാണിച്ചു കൊടുക്കാനുള്ള പ്രകാശവും അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള ഹൃദയത്തിലേക്കുള്ള വെളിച്ചവും അല്ലാഹു നൽകിക്കൊണ്ടിരിക്കുന്നവരാണ് യഥാർത്ഥത്തിലുള്ള നേതാക്കൾ എന്ന് പറയുന്നത്. ആ നേതാക്കൾ നമ്മൾ ആലോചിച്ചാൽ ഈ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സംഘടനാ നേതാക്കൾ മാത്രമല്ല നമ്മുടെ നേതാക്കൾ എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെ കാണുന്നവരുമല്ല. നമ്മുടെ നേതാക്കളെ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടു എന്നതുകൊണ്ട് മാത്രം അനുസരിക്കുന്നവരല്ല നമ്മൾ. അവർ അല്ലാഹുവിലേക്ക് വഴി നടത്തുന്ന, പടച്ചവനിലേക്ക് എത്തിക്കുന്ന യഥാർത്ഥ മാർഗദർശികളാണ്, നമ്മുടെ ആത്മീയ പിതാക്കളാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് സംഘടനാ കാര്യങ്ങൾക്ക് മാത്രമല്ല നമ്മൾ അവരെ അവലംബിക്കുന്നത്. നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ, നമ്മുടെ കുടുംബപരമായ കാര്യങ്ങൾ, നമ്മുടെ സാമൂഹികപരമായ കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ ഏതേത് കാര്യങ്ങൾക്കും നമ്മൾ അവലംബമായി കാണുന്നത്, നമ്മൾ ആശ്രയമായി കാണുന്നത്, നമ്മുടെ അത്താണികളായി കാണുന്നത് നമ്മുടെ മഹത്തുക്കളായ നേതാക്കളെയാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. മഹാനായ അധ്യക്ഷൻ അവറുകൾ ഇവിടെ സൂചിപ്പിച്ചല്ലോ, അഭിവന്ദ്യരായ നാദാപുരത്തെ ശംസുൽ ഉലമ കീഴനോർ അവറുകൾ, അല്ലാഹു അവരുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് നമ്മയൊക്കെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ ശംസുൽ ഉലമ ഓർ അവറുകളെ ഇവിടുത്തെ എല്ലാ സുന്നി സംഘടനകളും അനുസ്മരിച്ചുകൊണ്ട് ഗ്രന്ഥം പുറത്തിറക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ കേൾക്കുകയുണ്ടായി. എന്തുകൊണ്ടാണത്? സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമായുടെ ദീർഘകാലത്തെ അധ്യക്ഷ പദവിയിലിരുന്നവരാണെങ്കിൽ തന്നെ അവർ അല്ലാഹുവിൽ നിന്ന് തീർച്ചയായും സഹായങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന, ഈ ഉമ്മത്തിന് ശരിയായ വെളിച്ചം നൽകുന്ന
മാർഗദർശിയായ ഈ ഉമ്മത്തിന്റെ ശരിയായ വഴിവിളക്കാണ് എന്ന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഓർക്കണം, ഇത്തരം മഹത്തുക്കളായ നേതാക്കളുടെ തണലിൽ നിന്നുകൊണ്ടാണ് നമുക്ക് ദീനിന് വേണ്ടിയുള്ള ഈ സേവനം ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൗഭാഗ്യം നൽകിയത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഇങ്ങനത്തെ ഒരു സൗഭാഗ്യം നിങ്ങൾക്ക് നിലനിൽക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുമ്പോൾ, ഇദാ കാന ഉമറാഉകും ഖിയാറകും, നിങ്ങളുടെ നേതാക്കൾ ഇത്തരം നേതൃയോഗ്യതയുള്ള നല്ലവരായി നിലകൊള്ളുന്ന ഭാഗ്യം നിങ്ങൾക്ക് കിട്ടുന്ന കാലമുണ്ടെങ്കിൽ, നിങ്ങളിൽ നിന്ന് കഴിവുള്ളവർ, യോഗ്യതയുള്ളവർ, സിദ്ധിയുള്ളവർ, അവരവരുടെ കഴിവുകളെയും യോഗ്യതയും സിദ്ധിയെയും എല്ലാം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നിസ്വാർത്ഥമായി വിനിയോഗിക്കുകയും ചെയ്യുന്ന ഒരവസരം നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ, അല്ലാഹു തആല ഓരോരുത്തർക്കും വ്യത്യസ്തമായ കഴിവുകൾ നൽകിയിട്ടുണ്ട്, വ്യത്യസ്തമായ സിദ്ധികൾ കഴിവ് നൽകിയിട്ടുണ്ട്. ഇതൊക്കെ അല്ലാഹു തആല ഏതൊരാൾക്കും നൽകുമ്പോൾ പടച്ച തമ്പുരാൻ നമ്മോട് നൽകിയിരിക്കുന്ന ഒരു കരാറുണ്ട്, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി വിനിയോഗിക്കേണ്ടതാണെന്ന്. സമ്പത്ത് പടച്ചവൻ നൽകുമ്പോൾ അത് അല്ലാഹു തആല നമുക്കൊരു അനുഗ്രഹമായി നൽകുമ്പോൾ ആ സമ്പത്ത് കൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ ഉയർച്ചയും വളർച്ചയുമായിരിക്കണം അവന്റെ മനസ്സിന്റെ അകത്തെ ലക്ഷ്യം. പടച്ചവൻ എന്റെ കയ്യിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച അള്ളാഹുവിന്റെ ഖജനാവിൽ നിന്ന് എനിക്ക് നൽകിയ അമാനത്താണ് ഈ സമ്പത്ത് എന്നുൾക്കൊണ്ടുകൊണ്ടാണ് അള്ളാഹു നൽകിയ ഈ കഴിവിനെ, ഈ സമ്പത്തിനെ ഒരു മനുഷ്യൻ വിനിയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ അള്ളാഹു നൽകിയ ആരോഗ്യം, അള്ളാഹു തആല നൽകിയ യുവത്വം, അള്ളാഹു നൽകിയ മറ്റെന്തെങ്കിലും കഴിവുകളും സിദ്ധികളും ഉണ്ടോ, അതൊക്കെ പടച്ചവൻ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നത് അവന്റെ ദീനിന് വേണ്ടി ഞാൻ എന്റെ ചോരത്തിളപ്പിന്റെ കാലത്ത് വിനിയോഗിക്കാനാണ് എന്ന ആ കരാറും ഉത്തരവാദിത്വവും തിരിച്ചറിഞ്ഞുകൊണ്ട് നിസ്വാർത്ഥമായി കൊണ്ട് സേവനം ചെയ്യുന്ന ഒരു കാലം നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകുമ്പോൾ, അതുപോലെ തന്നെ ഉമൂറുക്കും ശൂറാ ബൈനക്കും, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പരസ്പരം ആലോചിച്ച് ചർച്ച ചെയ്തുകൊണ്ട് നിങ്ങൾ തീരുമാനത്തിലെത്തുന്ന ഒരു കാലവും ഉണ്ടാകുമ്പോൾ, അന്ന് ഭൂമിയുടെ മുകളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുന്നത്, നടക്കുന്നത്, നിങ്ങൾ പ്രവർത്തിക്കുന്നത്, നിങ്ങൾ ദീനിന് സേവനം ചെയ്യുന്നതാണ് മരിച്ചു പോകുന്നതിലേറെ നല്ലത്. അള്ളാഹുവിന്റെ റസൂൽ ഉണർത്തിയിട്ടുണ്ട്. മറിച്ചാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഇങ്ങനെയല്ലാത്ത ഒരു സാഹചര്യം വരുമ്പോൾ പിന്നെ ഇവിടെ പ്രവർത്തിച്ചിട്ട് കാര്യമില്ല, ജീവിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ഉത്തരവാദിത്തം നിർവഹിക്കാനുള്ള അവസരം തേടി നടന്നിട്ട് കാര്യമില്ല. മരിച്ചുപോയി മണ്ണിന്റെ അടിയിൽ കിടക്കുന്നതാണ് അന്നേറെ നല്ലതെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂല് നമ്മോട് ഉണർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രവർത്തകരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മഹത്തുക്കളായ നമ്മുടെ നേതാക്കൾ അവർ പുണ്യമുള്ളവരാണ്, മഹത്തുക്കളാണ്, ഗുണവാന്മാരാണ്, നേതൃയോഗ്യതയുള്ളവരാണെന്ന് നമ്മൾ മാത്രമല്ല എല്ലാവരും അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമാണ്. അതിനോടൊപ്പം തന്നെ കഴിവുള്ള, ശേഷിയുള്ള നമ്മുടെ സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ, ഇവിടെ നമ്മൾ ജംഇയ്യത്തുൽ ഉലമായുടെ ഊന്നുവടിയാണ് SYF എന്ന് പറയുന്നത്. SYF-നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം പ്രവർത്തിച്ചത് അതിനു വേണ്ടി തന്നെയാണ്. ഈ ഉലമാ മഹത്തുക്കൾക്ക് താങ്ങായി നിന്നുകൊണ്ട്, ഈ ഉലമാ മഹത്തുക്കൾക്ക് ഈ ഉമ്മത്തിനോട് പറയാനുള്ള സന്ദേശങ്ങൾ കൈമാറാൻ വേണ്ടിയുള്ള സഹായകമായി മണ്ണൊരുക്കി, സാഹചര്യമൊരുക്കി മുന്നോട്ട് പോവുക എന്ന ഒരൊറ്റ ദൗത്യമാണ് കാലങ്ങളായി സുന്നി യുവജന ഫെഡറേഷൻ ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മഹത്തുക്കളായ ഉലമാക്കൾക്ക് കീഴിൽ നമ്മൾ നിസ്വാർത്ഥരായി മുന്നോട്ട് പോകാൻ കടമപ്പെട്ടവരാണ്, ബാധ്യതപ്പെട്ടവരാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടതാണ്. കാലം ഒരുപാട് ദുഷിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ നമ്മൾ കേൾക്കുകയുണ്ടായി നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ, അതുപോലെ തന്നെ രാജ്യാന്തര തലത്തിൽ ഈ ഉമ്മത്തിന്റെ അവസ്ഥ നമ്മൾ കേൾക്കുകയുണ്ടായി. പരിശുദ്ധ ഇസ്ലാമിനെതിരെ ഗൂഢമായ ഒരുപാട് അജണ്ടകൾ നടപ്പാക്കാൻ വേണ്ടി ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഈ ഉമ്മത്തിന്റെ ഇടയിൽ തന്നെ സത്യത്തിനെതിരെ, ഹക്കിനെതിരെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പാവനമായ പരമ്പരാഗതമായ ആശയങ്ങൾക്കെതിരെ, ആദർശങ്ങൾക്കെതിരെ, ഈ ഉമ്മത്തിലെ ചെറുപ്പക്കാരുടെ തൗഹീദിനെതിരെ വരെ, ഈ ഉമ്മത്തിലെ ചെറുപ്പക്കാരുടെ വിശ്വാസത്തിനെതിരെ വരെ ഒരുപാട് പ്രചണ്ഡമായ പ്രചാരണങ്ങൾ ആസൂത്രിതമായി നടന്നുകൊണ്ട്
കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഇന്നുള്ളത്. ഈ സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മളെപ്പോഴും മനസ്സിൻ്റെ അകത്ത് ഒരു പ്രതിജ്ഞയുള്ളവരായിരിക്കണം. ഈ ഇത്തിസാൽ എന്ന് പറയുന്ന പരിപാടി നമ്മൾ കഴിഞ്ഞ 2 മാസക്കാലമായി നടത്തി വരുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശവും അത് തന്നെയാണ്. ജൂലൈ 14-ാം തീയതി കോഴിക്കോട് ജില്ലയിലെ ചെക്യാട് പഞ്ചായത്തിൽ നമ്മുടെ അധ്യക്ഷനവറുകളുടെ നാട്ടിൽ വെച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതിന് ശേഷം കഴിഞ്ഞ 55 ദിവസമായിക്കൊണ്ട് ഈ സംഘത്തിന്റെ നേതാക്കന്മാർ ഒന്നിലധികം സ്ഥലങ്ങളിൽ രാവിലെയും ഉച്ചക്കും രാത്രിയും എന്ന തോതിൽ വിവിധ പ്രദേശങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഉമ്മത്തിലെ ചെറുപ്പക്കാരെ, SYF-ന്റെ സഹപ്രവർത്തകരെ ഈ കാര്യം ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, നമ്മുടെ ബാധ്യതകൾ, നമ്മുടെ ചുമതലകൾ യഥാവിധം നിർവഹിക്കാൻ അവരെ ഉത്ബുദ്ധരാക്കുന്നതിന് വേണ്ടി ഈ കുഴഞ്ഞു മറിഞ്ഞ അന്തരീക്ഷത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ്, ഇസ്ലാമിക സംഘടനകൾക്കിടയിൽ തന്നെ ആശാവഹമല്ലാത്ത ഒരുപാട് ചെയ്തികൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇസ്ലാമിന്റെ അകത്ത് തന്നെ അവാന്തര വിഭാഗങ്ങളും മറ്റും ഇവിടെ വിവിധങ്ങളായ ഗ്രൂപ്പുകളായിക്കൊണ്ട് ഈ ഉമ്മത്തിലെ വിശ്വാസത്തിന്റെ കടക്കൽ, പാരമ്പര്യത്തിന്റെ കടക്കൽ, പൈതൃകത്തിന്റെ കണ്ണി മുറിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മളൊക്കെ ഒരു പ്രതിജ്ഞ എടുക്കേണ്ടതുണ്ട്. മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പ്രഖ്യാപിച്ച ആ ഒരു പ്രഖ്യാപനമാണ് നമ്മൾ ഓരോരുത്തരും സ്വന്തമായിക്കൊണ്ട് ഇക്കാലത്തിൽ പ്രഖ്യാപിക്കേണ്ടത്. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് അല്ലാഹുവിന്റെ റസൂലിനെ വഫാത്തിനെ തുടർന്നുകൊണ്ട് ഈ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ നേതൃപദവി ഏറ്റെടുത്തത് നമുക്കറിയാമല്ലോ. ആ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായി ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ആ നായകത്വം കയ്യേറ്റു വാങ്ങുന്ന സന്ദർഭത്തിൽ ഇസ്ലാമിക ലോകം എന്ന് പറയുന്നത് വളരെ സങ്കീർണമായ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭമായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായപ്പോൾ കള്ളപ്രവാചകന്മാർ പല ഭാഗത്തിൽ നിന്നും തലപൊക്കി വരികയാണ്. ഇനി ഞാനാണ് പ്രവാചകൻ എന്നും അവകാശപ്പെട്ടുകൊണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമിക പ്രസ്ഥാനത്തിൽ നിന്ന് നബിതങ്ങൾ എന്ന നായകൻ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ രാജിവെച്ചു പോവുകയാണെന്ന് പറഞ്ഞ് മുർത്തദ്ദായി പോയ ഒരു പറ്റം ആളുകൾ. അള്ളാഹുവിന്റെ പ്രവാചകരുടെ കയ്യിലാണ് സകാത്ത് നൽകപ്പെടാൻ പടച്ചവൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ആ നബിതങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ സകാത്ത് നൽകുകയില്ലെന്ന് പറഞ്ഞ് സക്കാത്ത് നിഷേധികളായി ഒരു പറ്റം ആളുകൾ. അള്ളാഹുവിന്റെ റസൂല് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിയോഗിച്ചയച്ചിരുന്ന ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക പ്രബോധക സംഘത്തെ തിരിച്ചു വിളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആഭ്യന്തര കലഹവുമായി കൊണ്ട് ഇസ്ലാമിന്റെ അകത്തിൽ നിന്ന് തന്നെ ആളുകൾ ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ അന്തരീക്ഷത്തിൽ മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനം ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാവുന്നതാണ്. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും, എന്തെല്ലാം പ്രതിസന്ധികൾ ഞാൻ നേരിടുകയാണെങ്കിലും, എന്തെല്ലാം സങ്കീർണമായ പ്രശ്നങ്ങളാണ് ഇസ്ലാമിക ലോകത്തും ഇസ്ലാമിക സൊസൈറ്റിക്കകത്തു പോലും നടക്കുന്നതെങ്കിലും എനിക്കൊന്ന് ഇവിടെ പ്രഖ്യാപിക്കാൻ കഴിയും. അള്ളാഹുവിന്റെ റസൂലിന്റെ പിൻഗാമിയായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിന് എന്റെ ശരീരത്തിൽ ജീവൻ നിലനിൽക്കുന്ന കാലത്തോളം ഒരു കുറവ് വരുത്താൻ ഞാൻ അനുവദിക്കുകയില്ല. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ച പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനം അക്ഷരാർത്ഥത്തിൽ സാക്ഷാത്കരിച്ചുകൊണ്ട് മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ പ്രതിസന്ധികളെയെല്ലാം മറികടന്നുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ അന്തസ്സും അഭിമാനവും ഇസ്ലാമിന്റെ വളർച്ചക്കും ഉയർച്ചക്കും ഉതകുന്ന തരത്തിലുള്ള നായകത്വം വഹിച്ചുകൊണ്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മുന്നോട്ട് പോവുകയാണ്. ഈ അവസരത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സാക്ഷിയിൽ നിന്ന് ഉയർന്നു വരേണ്ട പ്രതിജ്ഞയും മുദ്രാവാക്യവും അത് തന്നെയാണ്. എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം, എന്റെ തൊണ്ടയിൽ ജീവൻ നിലനിൽക്കുന്ന കാലത്തോളം ഈ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്, ഞാൻ വിശ്വസിച്ച സത്യാശയത്തിന്, ഞാൻ ഉൾക്കൊണ്ടിരിക്കുന്ന ഈ
സത്യപ്രസ്ഥാനത്തിന് ഒരു കുറവും വരുത്താൻ എന്നെ കൊണ്ടാകുന്ന വിധത്തിൽ ഞാൻ അനുവദിക്കുകയില്ല എന്നൊരു പ്രതിജ്ഞയാണ് നമ്മൾ ഓരോരുത്തരും എടുക്കേണ്ടത്. അതിനുവേണ്ടി നമ്മുടെ പ്രവർത്തകരെ സജ്ജരാക്കുക എന്നതായിരുന്നു കഴിഞ്ഞ 2 മാസക്കാലമായി സുന്നി യുവജന ഫെഡറേഷൻ ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത്. നേരത്തെ നമ്മൾ കേട്ട ഹദീസിൽ പറഞ്ഞതുപോലെ വഉമൂറുകും ശൂറാ ബൈനക്കും, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ തീരുമാനിക്കുന്നത് കൂടിയാലോചനകളിലൂടെയാകുന്ന ഒരു കാലം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് തന്നെയാണ് സുന്നി യുവജന ഫെഡറേഷൻ കഴിഞ്ഞ പരിപാടികളെല്ലാം ഇവിടെ സംഘടിപ്പിച്ചത്. എല്ലാ പ്രവർത്തകരിൽ നിന്നും ഇതിനുതകുന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ തേടിക്കൊണ്ട്, നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട്, കൂടിക്കാഴ്ചകൾ നടത്തിക്കൊണ്ട്, വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട്, നിരൂപണങ്ങൾ കേട്ടുകൊണ്ട് ഈ സംഘത്തെ അഭിവന്ദ്യരായ താജുൽ ഉലമ ശൈഖുന അവരുടെ ഇഷ്ടത്തിനും താല്പര്യത്തിനും ഒത്തുകൊണ്ട് വർത്തമാന കാലത്ത് ശൈഖുനായുടെ ആശയം പരമാവധി ഉമ്മത്തിന്റെ മനസ്സിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടി അൽഹംദുലില്ലാഹ് ഈ കഴിഞ്ഞ 55 ദിവസത്തെയും ഞങ്ങളുടെ പര്യാടന പരിപാടി ഏറെ വിജയകരമായിരുന്നു എന്ന് ഈ സമാപന സമ്മേളനത്തിൽ, ഈ സമാപന സംഗമത്തിൽ തുറന്നു പറയുന്നതിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട്. ഒരുപാട് സഹപ്രവർത്തകർ ഉറക്കമൊഴിച്ചുകൊണ്ട് തന്നെ ഞങ്ങളോടൊപ്പം സഞ്ചരിക്കുകയും ഞങ്ങൾക്കതിനു വേണ്ടി സഹായങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. അർഹമുർ റഹീമായ റബ്ബ് എല്ലാവർക്കും തക്ക പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഭിവന്ദ്യരായ താജുൽ ഉലമ ശൈഖുനായുടെയും ശംസുൽ ഉലമ കീഴനോറവറുകളുടെയും ആ സന്ദേശങ്ങളും അവിടെ നിന്ന് പഠിപ്പിച്ചു തന്ന ആ സുന്ദരമായ ആശയങ്ങളും ഇവിടെ നിലനിൽക്കുന്നതിനും പ്രചരിക്കുന്നതിനും വേണ്ടി ഒരുപാട് സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ അധ്വാനിക്കാമെന്ന് പ്രവർത്തിക്കാമെന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുന്ന ഒരു ശുഭമുഹൂർത്തത്തിലാണ് ഈ സന്ദർഭത്തിൽ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അവരുടെയൊക്കെ സേവനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. അവർക്കും നമുക്കുമൊക്കെ അഭിവന്ദ്യരായ നമ്മുടെ താജുൽ ഉലമ, ശംസുൽ ഉലമ, നമ്മുടെ മഹത്തുക്കളായ നേതാക്കൾ, മഹാന്മാരായ നമ്മുടെ സാദാത്തുക്കൾ, സയ്യിദ് അബ്ദുൽ ജബ്ബാർ ശിഹാബ് തങ്ങൾ അടക്കമുള്ള നമ്മുടെ സാദാത്തുക്കൾ, അവിടെയൊക്കെ മദതും പൊരുത്തവും നേടാൻ ഈ സേവനം അല്ലാഹു സബബായി സ്വീകരിക്കുമാറാവട്ടെ. മഹാന്മാരായ നമ്മുടെ ആ മശായിഖന്മാർ, നമ്മുടെ നേതാക്കന്മാർ, അവരോടുള്ള നമ്മുടെ കടപ്പാട്, അവരോടുള്ള നമ്മുടെ ബാധ്യത നമ്മൾ നിർവഹിക്കുന്നത് അവരെ ഇഷ്ടം വെക്കൽ മാത്രമല്ല എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. അവരെന്തിനു വേണ്ടി ഇവിടെ നിലകൊണ്ടോ മരണം വരെയും അവർ കർമ്മനിരതരായിരുന്നു. മരണം വരെയും അവർ അല്ലാഹു അവരെ ഏൽപ്പിച്ച ചുമതല നിർവഹിക്കുന്നതിൽ ബദ്ധശ്രദ്ധരായിരുന്നു എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. അഭിവന്ദ്യരായ താജുൽ ഉലമ ശൈഖുനാ അവറുകൾ ഒരു സംഘത്തിന് രൂപം നൽകുന്നത് തന്നെ 60 വയസ്സ് കഴിഞ്ഞതിന്റെ ശേഷമാണ്. മഹാനായ താജുൽ ഉലമ ശൈഖുനാ അവറുകൾ ജാമിഅ വഹ്ബിയ എന്ന് പറയുന്ന മഹത്തായ ഒരു സ്ഥാപനം തുടക്കം കുറിക്കുന്നത് 60 വയസ്സ് കഴിഞ്ഞതിന്റെ ശേഷമാണ്. നുസ്രത്തുൽ അനാം എന്ന് പറയുന്ന തന്റെ ആശയങ്ങളും ആദർശങ്ങളും ഈ ഉമ്മത്തിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു പത്രം തുടങ്ങുന്നത് ശൈഖുനാ താജുൽ ഉലമ 60 വയസ്സ് കഴിഞ്ഞതിന്റെ ശേഷമാണ്. സംസ്ഥാന മതവിദ്യാഭ്യാസ ബോർഡ് എന്ന് പറയുന്ന മദ്രസയുടെ വ്യവസ്ഥാപിതമായ മുന്നോട്ടുള്ള പ്രയാണത്തിന് വ്യവസ്ഥാപിതമായ ഈ സംരംഭത്തിന് ശൈഖുന തുടക്കം കുറിക്കുന്നത് 60 വയസ്സ് പിന്നിട്ടതിന്റെ ശേഷമാണ്. 60 വയസ്സ് കഴിഞ്ഞതിന്റെ ശേഷം മരണത്തിന്റെ സെക്കൻഡ് വരെ മഹാനായ ശൈഖുന അവറുകൾക്ക് വിശ്രമം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. നമ്മൾ ഓർക്കേണ്ടതാണ്. ജാമിഅ വഹ്ബിയക്ക് വേണ്ടി, സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമക്ക് വേണ്ടി, മതവിദ്യാഭ്യാസ ബോർഡിന് വേണ്ടി, നുസ്രത്തുൽ അനാമിന് വേണ്ടി രാവും പകലും വ്യത്യാസമില്ലാതെ അഭിവന്ദ്യരായ താജുൽ ഉലമ ശൈഖുനാ അവറുകൾ കർമ്മനിരതരായിരുന്നു. വഫാത്തിന്റെ നിമിഷം വരെ മഹാനവറുകൾ തന്റെ ദൗത്യ നിർവഹണത്തിൽ വ്യാപൃതരായിരുന്നു എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ഒക്കെ ധർമ്മം എന്താണ്, ചുമതല എന്താണ്, സത്യദീനിന് നമ്മൾ ചെയ്യേണ്ട ബാധ്യത എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മരണം വരെ നമ്മൾ വിശ്രമമില്ലാതെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സേവനം ചെയ്യാൻ കടപ്പെട്ടവരാണ്.
അഭിവന്ദരായ നമ്മുടെ താജുൽ ഉലമ അവരുടെ പോലെയുള്ളവരോടൊപ്പം നാളെ നമുക്ക് എത്തിച്ചേരണമെങ്കിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കണമെന്ന ബോധ്യത്തോടുകൂടെ ഈ പ്രദേശത്തെ എൻ്റെ നല്ലവരായ ചെറുപ്പക്കാർ, നല്ലവരായ ബാല്യക്കാർ എല്ലാവരും ഈ സംഘവുമായി സഹകരിക്കാൻ തയ്യാറാവണമെന്ന് പ്രത്യേകം അപേക്ഷിക്കുകയാണ്. ഒരു കാര്യത്തിനും വേണ്ടിയല്ല, നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയല്ല, നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും കാര്യലാഭത്തിന് വേണ്ടിയല്ല, മറിച്ച് നിങ്ങളുടെയൊക്കെ ആ ഉത്തരവാദിത്തം, ബാധ്യത പരലോകത്ത് വരുന്ന സന്ദർഭത്തിൽ, അള്ളാഹുവിന്റെ ചോദ്യം നമ്മൾ നേരിടുന്ന സന്ദർഭത്തിൽ അതിന് അള്ളാഹു പൊരുത്തപ്പെടുന്ന ഉതകുന്ന തരത്തിലുള്ള മറുപടിയും പ്രതിഫലവും ലഭിക്കുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ ഈ ദുന്യാവിലും നമ്മുടെ ജീവിതം സിറാത്തുൽ മുസ്തഖീമിലൂടെ കൊണ്ടുപോകാനുള്ള ഒരു കാരണവും ഒരു വഴിയും ഒരു സബബും എന്ന നിലയിൽ നിങ്ങൾ ഈ സംഘത്തോടൊപ്പം ഒട്ടി നിന്നുകൊണ്ട് ഈ സംഘത്തിന്റെ സഹായികളായി, ഈ സംഘത്തിന്റെ പ്രവർത്തകരായി, ഈ സംഘത്തിന്റെ അഭ്യുദയകാംക്ഷികളായി, ഈ സംഘത്തിനെ നെഞ്ചേറ്റുന്നവരായി ഈ സംഘത്തോടൊപ്പം നിങ്ങളുടെയൊക്കെ സേവനമുണ്ടാവണേ എന്നൊരിക്കൽ കൂടി അപേക്ഷിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ എല്ലാ പ്രവർത്തനങ്ങളും ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ട് പോരായ്മകൾ മാപ്പാക്കിക്കൊണ്ട് പൂർണ്ണമായും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ ശാശ്വത ലോകത്ത് വരുന്ന സന്ദർഭത്തിൽ നമ്മുടെ മഹത്തുക്കളായ മശായിഖന്മാര് ഒന്നിച്ച് കഴിഞ്ഞുകൂടാൻ നമ്മുടെ ഈ പ്രവർത്തനത്തെ അല്ലാഹു ഒരു വസീലയായി സ്വീകരിക്കട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.